900ഓളം പടയാളികളെ വെച്ച് ടിപ്പു പണിത കോട്ട, അതും നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിൽ. 1770കളുടെ അവസാനമായിട്ടാണ് ടിപ്പു ഫറൂഖിൽ കോട്ട പണിയാൻ തുടങ്ങുന്നത്. മലബാറിൽ താൻ കീഴടക്കിയ പ്രദേശങ്ങൾ ഫറൂഖ് കേന്ദ്രീകരിച്ച് ഭരിക്കാനായിരുന്നു ഇദ്ദേഹത്തിന്റെ തീരുമാനം. അതിനായി അദ്ദേഹം ഒരു കുന്നിൻ പ്രദേശമാണ് തിരഞ്ഞെടുത്തത്. ആ കുന്നിൻ പ്രദേശം ചാലിയാറിന്റെ തീരത്ത് അറബിക്കടലിന് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത്. ഇദ്ദേഹത്തിന് ഇതൊരു നല്ല തീരുമാനമായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കോഴിക്കോടിൽ നിന്ന് 12 കിലോമീറ്റർ മാറിയുള്ള ഒരു കുന്നിൻ പ്രദേശമായിരുന്നു ഇത്. കോട്ടയിലെ പ്രധാന ആകർഷണങ്ങളാണ് ഇരട്ടക്കിണറും മരുന്നറയും. കമാന ആകൃതിയിൽ പാറ തുരന്നാണ് ഇദ്ദേഹം മരുന്നറ നിർമ്മിച്ചിട്ടുള്ളത്, മുൻവശം ഗുഹ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ. ഈ ഗുഹയിൽ വെച്ചാണ് യുദ്ധത്തിനാവശ്യമായ വെടിമരുന്നുകളും കോപ്പുകളും നിർമ്മിച്ചിരുന്നത്. ഗുഹയ്ക്കകത്ത് പീരങ്കി വെക്കാനായി പിൻവശത്ത് ഒഴിവുമുണ്ട്. ഇതിനു മുകളിലായി കൊത്തളം അഥവാ വാച്ച് ടവർ ഉണ്ടായിരുന്നു എന്നാണ് തെളിവുകൾ പറയുന്നത്. കോട്ടയിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇരട്ടക്കിണർ. ഒരു കിണറിന്റെ ഉള്ളിലായി മറ്റൊരു കിണറാണ് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇരട്ടക്കിണർ എന്ന് വിളിക്കുന്നതും. കിണറിനുള്ളിലേക്ക് ഇറങ്ങുവാൻ ധാരാളം പടികളുണ്ട്. കിണറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടാൻ തുരങ്കങ്ങൾ ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. ചാലിയാർ നദിയിലേക്കാണ് ഈ തുരങ്കം എത്തുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇത് ഇദ്ദേഹത്തിന്റെ യുദ്ധതന്ത്രങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്രയും ചരിത്രം പറയുന്ന ഒരു ഭൂമിയാണ് നമ്മുടെ ഫറൂഖ്. കോട്ടയിലേക്ക് ഇപ്പോൾ സഞ്ചാരികൾക്ക് സന്ദർശനം അനുവദിച്ചിട്ടില്ല. കോട്ട നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ച്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇനിയും തുടരും.